ഓ അറിയാം, ഞാൻ കണ്ടതല്ലേ മർമാണി പാപ്പാൻ അമ്പലപ്പറമ്പിൽ നിന്ന് കോണവും പറത്തിക്കൊണ്ട് ഓടിയത്. കോണവും പറത്തിച്ചുകൊണ്ട് ഓടിയത് നിന്റെ ആശയം പരുന്ത് പാവത്തിനാ, ഞാൻ ഓർത്തില്ല. ഇനിയെന്താ കൂടെയുള്ളവർ ഓടിയപ്പോ കോണം പറത്തിക്കാതെ ഞാനും ചെറുതായിട്ടൊന്നും ഓടി. അത് ഓടിയത് കൊണ്ടാ താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആനയ്ക്കും പാപ്പാനും കഞ്ഞി വെച്ചും ആനയെ കുളിപ്പിച്ചും പനമ്പട്ട വെട്ടിയും താൻ ഇങ്ങനെ എത്ര നാൾ കഴിയും? ഇനിയെങ്കിലും ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നിർത്തി ആനച്ചട്ടം പഠിച്ച് പാപ്പാനാകാൻ നോക്ക്. ഈ ആനച്ചട്ടവും ശാസ്ത്രവും പഠിപ്പിക്കാൻ നീ ആരാ? പ്രായിക്കൽ പാപ്പാൻ ചളിയാണ്. ഈ വെട്ടിപ്പും തട്ടിപ്പ് ഞാൻ എമ്പണ്ടേ നിർത്തി. എന്നിട്ടാണോ താനും ആ പരുന്തും കൂടി അനന്തനെ ആരും അറിയാതെ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുന്നള്ളിച്ചത്? കൊണ്ടുപോണതിന് മുമ്പ് തനിക്കെങ്കിലും എന്നോട് ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? കൊച്ചുപാപ്പന്റെ പണി നോക്ക്. ഒന്നാം പാപ്പൻ പറഞ്ഞ മൂന്നാം പാപ്പൻ അനുസരിക്കണം. അതാ ഈ ആനപ്പന്തിൽ നിയമം. നടവയ്ക്കാനെ ഈ കള്ളക്കൊത്തും കള്ളക്കാശും കൂടുമ്പോ നെറിയുള്ള ആനയും ഇടയും. അപ്പോഴാ ആനച്ചോറ് കൊലച്ചോറാവുന്നത്. കേട്ടോ? മതം പൊട്ടിയ ആനയെ തളച്ച കൊച്ചുപാപ്പാൻ. ആശാനെ അത് വേണ്ടടാ. വാവത്തിനേക്കാൾ വലിയൊരു പാപ്പാൻ ഈ പന്തി വേണ്ട. വേണോന്ന് ആര് പറഞ്ഞു? കൊലവിളിയുമായി ആന അമ്പലപ്പറമ്പിൽ പാഞ്ഞു നടന്നപ്പോ ഒന്നാം പാപ്പാൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയാണെന്ന് ചോദിക്കാൻ നീ ആരടാ? എന്റെ അമ്മയുടെ നായരോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? തലപ്പത്തിരിക്കുന്നവരുടെ സേവ പിടിക്കാൻ കൂട്ടത്തിലുള്ളവരെ ഒറ്റുന്ന പൊട്ടി. വേണ്ട ആശാനെ, വേണ്ട. ഞാൻ പറയുന്നത് ഞാൻ ആരെയും ഒറ്റിയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ ഒറ്റിയിട്ടില്ലല്ലേ? പിന്നെ എങ്ങനെയാണ് പന്തിയിലെ കാര്യങ്ങൾ മേലാഫീസർമാർ അറിയുന്നത്? എനിക്കറിയില്ല ആശാനെ. നിനക്ക് എന്തായത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ആവച്ചാ ചെവി തിന്നാൻ ചെല്ലുമ്പോ ഓർക്കണോടാ, തന്തയില്ലാത്തരം പറഞ്ഞ ഇതാ അനുഭവം. എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ അയാളെ ഒറ്റയിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ ഞാൻ ആരെയും പിന്നീന്ന് കുത്താറില്ല. കുത്തണമെങ്കിൽ ശിവൻ നേരിട്ട് കുത്തും. ഇവന്റെ അടുത്തൊക്കെ വഴക്കിനും വക്കാണത്തിനും പോകരുതെന്ന് ഞാൻ ശിവനോട് പറഞ്ഞിട്ടില്ലേ? ആ പോത്തിനെ പണക്കിട്ട് ആർക്കെങ്കിലും ഈ പന്തിയിൽ കഴിയാൻ പറ്റുമോ? ഒരുപാട് തല്ലിയല്ലേ? പിന്നെ ഇനിയും കൂടുതൽ മെക്കിട്ട് കയറാൻ വന്ന ബാവച്ചൻ ഗുരുവാന്നൊന്നും നോക്കണ്ട ശിവ. താമാ സാരമില്ലടി പെണ്ണെ, ഇതൊക്കെ ആനപ്പന്തി പതിവാ. പിന്നെ ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഇല്ലാത്തോണ്ട് ആർക്കും എന്തോ ആകാലല്ലേ. പല കൊടുത്തു വിടും. അത് കേട്ട് ആനപ്പന്തയിൽ പകയും പടയൊന്നും പാടില്ല ബാവച്ച. കുന്നായ്മയും തരിയുടെയും എന്നോട് കാണിച്ച തല്ലും. ആനയായാലും ശരി, ആളായാലും ശരി. അത് ശരി. ശിവന്റെ ഉണ്ടല്ലോ ആനക്കത്തി, അവൻ അതെടുത്താലോ? ചാവും. ആരേലും ഒരാള് ചാവും. അതാണല്ലോ പാപ്പാമാർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കത്തിക്ക് മൂർച്ച കുറയും ഇങ്ങോട്ട് കൊണ്ടുപോരും. ചാണയ്ക്ക് വെക്കും. ബാവത്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം കയറി പെണ്ണേ. കുടുംബത്തിൽ വരുന്ന ആമ്പളന്മാർക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തെന്ന് വെച്ച് നിന്റെ കയ്യിൽ വളയൊന്നും ഊരിപ്പോകത്തില്ല. എന്നാലും അങ്ങനാണോ? നാളെ നിനക്ക് വെച്ചു കൊടുത്ത് തരേണ്ടവളല്ലേ ഇവള്. അതിന് വേറെ ആളെ നോക്കണം. അത് ശരി. പിടിയാനെ ഇടഞ്ഞു കാണുന്നതാ എപ്പോഴും കൊമ്പൻ ഇഷ്ടം. ഇതെല്ലാം താൻ തന്നെ ഉണ്ടാക്കി തന്നതാ.
മനുഷ്യരെ കൊല്ലാൻ പോലും കൊള്ളാതായി. പിന്നെ മരമെങ്ങനെ മുറിയും? അത് ശരി. പരുന്തിനെ നമ്മൾ നിരക്കിട്ട് എവിടെ കാണാനാ? അതെങ്ങനെ? ഇവിടെ വന്ന് അടയിരിക്കല്ലേ അല്ലേ വാവച്ച? എടാ ആറ്റാപ്പു, നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ ചേട്ടോ, ഒന്ന് വേഗം വേണം. പണിക്കാരെല്ലാം അവിടെ കാത്തു നിൽക്കുക. നേരം വെളുക്കണതിന് മുമ്പ് ലോഡ് അവിടെ ചെന്നില്ലെങ്കിൽ തെക്കനിങ് എത്തും. പിന്നെ അറിയാലോ പുകയില്. നോക്കാനും പറയാനും ആരും ഇല്ലെന്ന ശിവേട്ടന്റെ വിചാരം. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ആരുണ്ടായിട്ട് എന്താ കാര്യം? 10ാം ക്ലാസ് പാസ്സായപ്പോ പിന്നെയും പഠിക്കണമെന്നായിരുന്നു. പക്ഷേ പഠിച്ചത് ആനപ്പണിയാ. ആനപ്പണിക്ക് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല പണിയല്ലേ. തല്ലാനും കൊള്ളാനും ചിലപ്പോ മതം പൊട്ടിയ കൊമ്പന്റെ കൊമ്പിൽ തീരാനും പറ്റിയ പണി. നച്ചുല്ലൊന്നും പറയണ്ട കേട്ടോ. ആനപ്പണിക്ക് വന്നോണ്ടല്ലേ എനിക്ക് ശിവേട്ടനെ കാണാൻ പറ്റിയേ. ഇപ്പൊ ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്നേ ഈ നശിച്ച പണിയും കളഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയനെ. പോണം. എന്നെങ്കിലും ഒരു ആനയും സ്വന്തമാക്കി നിന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും. മൂപ്പനോട് ഞാൻ പറയട്ടെ. ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല. അടിക്കണം, തിരിച്ചടിക്കണം. ആനക്കത്തി കയ്യിലുണ്ടായിരുന്നില്ലേ? കുത്തി മലത്താമായിരുന്നില്ലേ പരുന്തിന്? കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ചിലതൊക്കെ ഓർക്കുമ്പോ വഴക്കും വക്കാണൊന്നും വേണ്ടെന്ന് തോന്നും. പോരാത്തതിന് എന്നെ ആനച്ചട്ടം പഠിപ്പിച്ച ആശാനാ. ആശാനായാലും എന്താ? തെമ്മാടിത്തരം കാണിച്ച ആശാനെയും തല്ലണം. എന്റെ ആശാനെ ഞാൻ തല്ലിയിട്ടുണ്ട്. ജാക്കിലി വരവുണ്ട്. അതാ ഇപ്പോഴും കിളി. കിളി മുറ്റിയ ഡ്രൈവറാകുന്നത് നീ നോക്കിക്കോ. ചന്ദ്രൻ ഓടിക്കുന്ന ലോറി ഈ മുറ്റത്തോ നിൽക്കും. ഉവ്വ് ഉവ്വ്. നിന്റെ തന്ത മൂപ്പനോട് പറഞ്ഞേക്ക്. എന്ത് സാധനം? അയ്യോ ആന! ഓയ്യോ ആന പുണ്ടി! എവിടെ നോക്കിയാടോ? ആരാണ് ഈ പണ്ടാരക്കാലം ഷാപ്പിന് കാവിലെടുത്തേ? अरे ओ वीरप्पन जी, इधर आओ बेटा. ഹാത്തി വീരപ്പന്റെ സ്വന്തം അളിയന്റേതാ. അയ്യോ, അളിയൻ പ്രമാണിയതായിരുന്നോ? എങ്കിൽ 2, 3, 4 ഹാത്തികളെ ഷാപ്പിന് മുമ്പിൽ നിർത്തട്ടെ. സാത്തി മേരാ ഹാത്തി. നൈ നൈ, ഹാത്തി മേരാ സാത്തി. അച്ഛാ 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 അച്ഛാ. ലാകുന്നപ്പാ, ഒരു ബോട്ടിൽ ഇങ്ങോട്ട് പോയി നേരത്തെ. ഇന്ന് എന്റെ കാട്ടയുടെ പിറന്നാളാ, ഒന്ന് ആഘോഷിക്കണം. അത് ശരി, വാവച്ചനാശാന്റെ പെങ്ങളെ പിറന്നാളാണെന്നല്ലേ? ആ, ഇന്നത്തെ എല്ലാ ചെലവുകളും വാവച്ചനാശാന്റെ വക. ഓ, ഞാനതങ്ങ് മറന്നുപോയി. എടാ, എന്റെ പുന്നാര പെങ്ങടെ പിറന്നാളിന്റെ കാര്യോ പറഞ്ഞേ. എന്നാലേ ഒരു സ്പെഷ്യൽ സമ്മാനം വാങ്ങി എനിക്കിത് നേരത്തെ വീട്ടിലെത്താം. ആ, ഞാനും വരുന്നളയാ. അല്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി വണങ്ങാൻ. ഡാ പുന്നരാ, നീ ആനയൊന്നും തുളച്ചേര്. ധന്യവാദ്. കാക്കയെന്ന് മലന്ന് പറക്കുമല്ലോ. എന്തു പറ്റി എന്റെ പുന്നാര ആങ്ങളയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നാൻ? ഓടി. ഒരേ ഒരു പെങ്ങളെ പിറന്നാളല്ലേ, എന്നെക്കാൾ ഇക്കാര്യം എന്റെ അളിയനാണ് നല്ല ഓർമ്മ. അല്ലേ? അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ അളിയാ. ആ, എന്റെ പുന്നാര പെങ്ങക്ക് പുന്നാര ആങ്ങളയുടെ പിറന്നാൾ സമ്മാനം.